ദേശീയപാത 85-ന്റെ ഭാഗമായ നേര്യമംഗലം വാളറ റോഡ് ഇന്നത്തെ സ്ഥിതിയിൽ കിടക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദി ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മണ്ഡലത്തിലെ MLAയുമാണെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി. UDF അടിമാലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേര്യമംഗലം വാളറ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് മാറി നിൽക്കാനാവില്ലെന്നും ജോയ് വെട്ടിക്കുഴി കുറ്റപ്പെടുത്തി. ഇവിടുത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കേണ്ട നേര്യമംഗലം വാളറ റോഡ് ഇന്നത്തെ സ്ഥിതിയിൽ കിടക്കുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദി ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ശ്രീരാജയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതെല്ലാം തരത്തിലുള്ള ഉറപ്പുകൾ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുകയുണ്ടായി. ഏറ്റവും അവസാനമായി 2025 കോടതിയിൽ നിന്നുള്ള സ്റ്റേ ഉണ്ടായി. അത് 2025 ഒക്ടോബർ മാസത്തിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ഉത്തരവ് കൊടുക്കുന്നതിനുള്ള നിർദ്ദേശം ഹൈക്കോടതി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ട് ഇന്ന് വരെയും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ MLAയ്ക്കും അതോടൊപ്പം തന്നെ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നേര്യമംഗലം വാളറ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ ഗവൺമെന്റിന് മാറി നിൽക്കാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും.